Hello everyone, welcome to Delicious Recipes. ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്കൊരു അടിപൊളി 4 മണി പലഹാരം തയ്യാറാക്കിയാലോ? നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും എല്ലാ ദിവസവും കുറച്ചെങ്കിലും ചോറ് ബാക്കി വരാറുണ്ട്. അപ്പോൾ ആ ചോറ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് ചോറാണ് എടുത്തത്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഇപ്പോൾ ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 നുള്ള് കായം പൊടിച്ചതുമാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ വേവിച്ചെടുത്ത ചോറാണെങ്കിൽ ഇത് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമാകും. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാനായിട്ട് വിട്ടുപോയി. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. ഇത് നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഈ സ്നാക്ക് വറുത്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉരുളകളായിട്ട് ഇതിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് നല്ല ചുരുങ്ങിയ ചിലവിൽ വളരെ പെട്ടെന്ന് ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ വളരെ സോഫ്റ്റും ആയിരിക്കും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ചോറ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 4 മണി പലഹാരം ഇത് തന്നെ ആയിക്കോട്ടെ. ഇതിപ്പോൾ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള കൂട്ട് വെച്ചിട്ട് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 22 എണ്ണം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.